കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആരുടെയാണെന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു കൊടുത്തേക്കാം അമ്മേ. വേണ്ട വസു, അത് നിന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. വേറൊരാളുടെ മാല നമുക്ക് എന്തിനാ അമ്മേ? അത് മറ്റാരുടേതുമല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷതവും പൂവിനോടൊപ്പം വന്നു വീണ ആ ചെയിനും നിന്റെ കഴുത്തിൽ തന്നെ വീഴണമെങ്കിൽ ദൈവം നിന്റെ കഷ്ടപ്പാടുകൾ തീർത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ ശുഭസൂചനയാണ്. അത് നിന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെയൊന്നും അല്ല അമ്മേ. നീ ഒന്നും പറയണ്ട വസു. എന്നോട് നിനക്ക് ഇത്തിരിയെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ അത് നീ അഴിക്കരുത്. നമ്മുടെ ഉണ്ണി എവിടെ? അവൻ ഉറങ്ങുവാ. വിളിച്ചോണ്ട് വാ, നമുക്ക് പോവാം. ആ ചെയിൻ ആരുടേതാണെന്ന് പോലും അറിയില്ല. അന്വേഷിച്ച് തിരികെ കൊടുക്കുന്നതല്ലേ നല്ലത് സുശീല. ഇത് കേക്ക്, ആ ചെയിൻ നമ്മൾ എവിടെ നിന്ന് മോഷ്ടിച്ചൊന്നും അല്ലല്ലോ. അത് മറ്റെവിടെ നിന്നോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വസുവിന്റെ മേൽ വീണതല്ലേ. കറക്റ്റായി വസുവിന്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വസുവിന്റെ കല്യാണത്തിന് നമുക്ക് മാത്രമല്ല, സാക്ഷാൽ ദൈവത്തിന് സമ്മതമാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ചെയിനല്ല, ദൈവം കൊടുത്ത താലിയ. ഈശ്വരൻ വസുവിനൊരു പുതിയ ജീവിതം കൊടുക്കാൻ പോകുകയാണ്. വസുവിനെ നമുക്ക് എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണം. വസുന്ധര മരുമകളായി ചെന്ന് കയറുന്ന ആ വീട് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിശ്ചയമായും ഉണ്ടാവും. ഓം ശ്രീമൻ മഹാഗണാധിപതയായ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മി ദേവതാക്ഷേ നമഃ. ദക്ഷിണ വെച്ച് നമസ്കരിച്ചോളൂ. ഓം ഗണാനാം ആം ത്വാം ഗണപതി കുംഭാമാം കമിന ഉൽപ്രസ്ഥവസ്ത്രേ ജൈസ്വരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാനന്ദശ്രവണം രൂപേ ശ്രീ രസാദരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മഹാസരസ്വതീ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. ഇത് വീട് തന്നെയാണോന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോ നോക്കിയാൽ എന്തെങ്കിലും ഒരു പൂജ കാണും. എല്ലാവർക്കും വട്ടാന്നാ തോന്നാൻ. എന്തൊക്കെ പൂജ ചെയ്താലും വ്രതം എടുത്താലും നമ്മുടെ തലയിലെഴുത്തും കൈരേഖയും മാറ്റാൻ പറ്റില്ലല്ലോ. അതെ, മഞ്ഞളും കുങ്കുമം ഭസ്മവും സമർപ്പിച്ച് നമസ്കരിച്ചോളൂ. ഓം വക്രതുണ്ട മഹാകായാം സൂര്യകോടി സമപ്രഭ. ഈ പൂജാരിയാണെങ്കിൽ അയാൾ കുഞ്ഞായിരുന്നപ്പോ പഠിച്ച മന്ത്രങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. ഇതെപ്പോ കഴിയോ എന്തോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കൊടല കരിയുന്നു. എന്നാ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും കുറച്ചെടുത്ത് കഴിക്കാന്ന് വെച്ചാ കുറച്ചു നേരം കാത്തിരുന്നിട്ട് കഴിച്ചൂടെന്ന് ചോദ്യം വരും. ഇല്ല എന്റെ തലയിലെടുത്ത്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ഹിരണ്യവർണാംഭരണീം സുവർണരജശ്രിയാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദവമാവഹ. സാം ആവഹ ജാതവേദോം ലക്ഷ്മിണീ ഭഗഭാമിനി. ഓം ശാന്തി ശാന്തി ശാന്തി. ദൈവമേ, അങ്ങനെ പൂജാരി മന്ത്രം പറയുന്നത് നിർത്തി. ഇനിയിപ്പോ ആരോടൊന്നും ചോദിക്കണ്ടല്ലോ. ഇനി വേഗം പോയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാം. പൂജ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിശ്ചയമായിട്ട് നടക്കും. അതിന് സ്വാമിക്കറിയോ എന്റെ ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്ന്? എത്രയോ നാളായിട്ട് അദ്ദേഹം ഇവിടെ പൂജ ചെയ്യുന്നതാ. അദ്ദേഹത്തിന് അറിയാതിരിക്കും ഇളയമ്മേ. ഈ സ്വാമിക്ക് ഇതെല്ലാം മനസ്സിലായിട്ട് കാര്യമല്ലല്ലോ ഭാവിനി. ആ ദൈവത്തിനല്ലേ മനസ്സിലാവേണ്ടത്. അതിനായിട്ടാണല്ലോ ഈ പൂജയും മന്ത്രങ്ങളും. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മകന്റെ വിവാഹം ഉടൻ തന്നെ നടക്കും.
ഇനി ഇങ്ങോട്ട് വരുന്ന പെണ്ണെങ്കിലും ദീർഘായുസോടെ ഇരിക്കുവോ അതോ ആദ്യത്തെ ഭാര്യയെ പോലെ അല്പായുസിലങ്ങ് പോവോ? ചേച്ചി, പൂജ നടക്കുന്ന സ്ഥലത്ത് അപശകുനമാണോ പറയുന്നത്? ഇതെന്ത് നാക്കാണിത്? ഒരു വ്യവസ്ഥയുമില്ലേ? സത്യം പറയുമ്പോ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? എടാ എന്റെ മോനെ, ഞാനിപ്പോ എന്തു പറഞ്ഞിട്ടാ നിന്റെ അമ്മ എന്നോട് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? അവയുടെ ആദ്യത്തെ ഭാര്യ അല്പായുസിലങ്ങ് പോയി കളഞ്ഞു. രണ്ടാമത് വരുന്നോളെങ്കിലും ദീർഘായുസോട് കൂടി ഇരിക്കുമെന്ന് നോക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിലിപ്പോ എന്താണ് മോനെ തെറ്റ്? അഭിയുടെ ജാതകം നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. തങ്കം പോലുള്ളൊരു പെൺകുട്ടി മകന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു. അന്ന് ജാതകം നോക്കി തന്നെ എന്നെയും കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ടോ 3 മാസം പോലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചില്ല. അപ്പോഴേക്ക് അങ്ങേരങ്ങ് മേലോട്ട് പോയി. അബിക്കു എന്റെ അതേ തലയിലെടുത്താ വന്നിരിക്കുന്നെ. അബി നിങ്ങളുടെ സ്വന്തം മരുമകനല്ലേ, ഇങ്ങനെ ശപിക്കാൻ പാടില്ല. അവനെ ശപിക്കാൻ ഞാനാരാ മോളെ? എന്റെ പേര് സുമംഗലി എന്നാണെങ്കിലും ഭർത്താവ് മരിച്ച് 25 വർഷമായിട്ട് ഞാൻ ഇവിടെ വിധവയായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ തന്നെ എന്നെ മറ്റൊരു കല്യാണം കഴിപ്പിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നോ? നിങ്ങൾ പറയേണ്ടതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ ചേച്ചി ഈ പറയുന്നത്? നീ പറഞ്ഞില്ലെങ്കിൽ എന്താ? നിന്റെ മരുമോളെ കൊണ്ട് നീ അത് പറയിപ്പിച്ചില്ലേ? അബിക്കൊരു വിവാഹം നടക്കണമെന്ന് ഇളയമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ലേ? അന്ന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ഞാനും ആഗ്രഹിച്ചതാ മോളെ. എന്നിട്ടെന്താ അത് നടന്നോ? ചില തലയിലെടുത്തൊക്കെ അങ്ങനെ, അത് ആർക്കും മാറ്റാൻ പറ്റില്ല. പൂജ കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഇളയമ്മ ഇപ്പൊ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട. അബിക്ക് ഉറപ്പായിട്ടും വിവാഹം നടക്കും. അതെ, വളരെ പെട്ടെന്ന് തന്നെ അഭിമോന്റെ വിവാഹം നടന്നിരിക്കും. അഭിയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല സ്വാമി. പക്ഷേ അഭി അതിനിപ്പോ സമ്മതിക്കുന്നില്ലല്ലോ. അതാണ് പ്രധാന പ്രശ്നം. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും സമ്മതിക്കും. മകൻ വീട്ടിലെത്തിയ ഉടനെ ഇതാ ഈ ചരട് കൈ കെട്ടിയാൽ മതി, എല്ലാം ശരിയായിക്കൊള്ളും. വാങ്ങിക്കൊള്ളൂ. അതുപോലെ തന്നെ സുമംഗലികൾക്ക് ദക്ഷിണ വെച്ച് അവരുടെ അനുഗ്രഹം കൂടി വാങ്ങണം. ഇപ്പൊ തന്നെ സംസാരിക്കണോ സുശീല? ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു പോയിട്ടാ. വസുവിനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാ. ഉണ്ണി, എനിക്ക് നൂഡിൽസ് കിട്ടിയേ പറ്റൂ. 5 മിനിറ്റ്സിൽ ഉണ്ടാക്കി തരാം. ഒന്ന് അടങ്ങിയിരിക്കോ നീ? എനിക്ക് നൂഡിൽസ് വേണം. എനിക്ക് നൂഡിൽസ് വേണം. നിന്നോടല്ലേ അടങ്ങിയിരിക്കാൻ പറഞ്ഞത്? ഇപ്പൊ തന്നെ നൂഡിൽസ് വേണം. പെട്ടെന്ന് ചെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ അവള് സമ്മതിക്കുവാവോ? എത്ര നാളായി നമ്മൾ വസുവിനെ കല്യാണം കഴിപ്പിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്വം ഓർമ്മ വന്നൊന്നും അല്ലല്ലോ. നീ പറയുന്നതൊക്കെ ശരി തന്നെ. വസുവിന്റെ കല്യാണം നമ്മുടെ ഉത്തരവാദിത്വമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അവൾ നമുക്കൊരു ഭാരമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ കരുതിയാലോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇത്ര കാലം നമുക്കൊപ്പം നിൽക്കില്ലല്ലോ. നമ്മുടെ മോൻ അവളെ വിട്ടിട്ട് പോയപ്പോ തന്നെ വസു നമ്മളെ വിട്ടു പോവേണ്ടതല്ലേ?
എന്നാണോ നമ്മുടെ മോൻ വസുവിനെ ഉപേക്ഷിച്ചു പോയത് അന്നു മുതൽ നമ്മൾ അമ്മായി അമ്മാവനും അല്ലാതായി തീർന്നു. ആ നിമിഷം മുതൽ നമ്മൾ വസുവിന്റെ അച്ഛനും അമ്മയായി മാറി. എങ്ങനെയെങ്കിലും അവളെ മറ്റൊരു കല്യാണം കഴിപ്പിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാ. നീ എപ്പോഴും നല്ല തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കുന്നത് സുശീല. വസുവിനോട് സംസാരിച്ച് നീ സമ്മതിപ്പിക്ക. അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. അമ്മ എനിക്ക് വിശക്കുന്നു. എനിക്ക് ഇപ്പൊ തന്നെ നൂഡിൽസ് വേണം. കൊണ്ടുവരാ നിക്ക്. അമ്മ വിശക്കുന്നു. അമ്മ വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. കഴിക്കേ. എനിക്ക് നൂഡിൽസ് വേണ്ട. ഇപ്പോഴല്ലേ നീ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞേ? ഇപ്പൊ വേണ്ട. വാശി കാണിക്കാതെ കഴിക്കുന്നേ. എനിക്ക് ഐസ്ക്രീം കഴിക്കാനാ തോന്നുന്നേ. ഈ സമയത്ത് ഐസ്ക്രീം കഴിച്ച പല്ലിന് കേടാ മോനെ. അതൊന്നും അറിയണ്ട. എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മര്യാദക്ക് നൂഡിൽസ് കഴിച്ചേ. ഞാനും വേണ്ടെന്നല്ലേ പറഞ്ഞേ. എനിക്കിപ്പോ ഐസ്ക്രീം വേണം. എനിക്ക് 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 ഐസ്ക്രീം വേണം. എനിക്കിപ്പോ ഐസ്ക്രീം പറഞ്ഞേ. കഴിച്ചേ. ഞാൻ കഴിക്കത്തില്ല. ഏയ് എന്താ ഉണ്ണി, എന്താ മോന് വേണ്ടാത്തെ? നോക്കമ്മേ, കുറച്ചു നേരം മുൻപ് നൂഡിൽസ് വേണോന്ന് പറഞ്ഞു. ഇപ്പൊ അത് കൊടുത്തപ്പോ നൂഡിൽസ് വേണ്ട, ഐസ്ക്രീം മതിയെന്ന്. എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണം. ഐസ്ക്രീം കഴിച്ചാ വയറ് നിറയില്ലടാ. നീ ഒന്ന് പറഞ്ഞാ കേക്ക്. കേക്കില്ല. എനിക്കിപ്പോ ഐസ്ക്രീം തന്നെ വേണം. ഓരോ ദിവസം കഴിയുന്നോറും നിന്റെ വികൃതി കൂടി കൂടി വരാ ഉണ്ണി. ശരി, നൂഡിൽസ് കഴിക്കേ. ഉണ്ണി നൂഡിൽസ് കഴിക്ക്. നിന്നെ ഞാൻ. അവിടെ നിക്ക്. വിട്ടേക്ക് മോളെ, അവനെ ഇനി ഞാൻ കഴിപ്പിച്ചോളാം. നീ പോയി ഫ്രഷായി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവൻ ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മ പറയുന്നത് കേൾക്കുക? ഞാനും ഒരു അമ്മയാ. കുഞ്ഞുങ്ങളെ എങ്ങനെ ഭക്ഷണം കഴിപ്പിക്കണമെന്ന് എനിക്കും അറിയാം. നിന്റെ അച്ഛനും ഞാനും കൂടി എങ്ങനെങ്കിലും അവനെ സമാധാനപ്പെടുത്തി കഴിപ്പിച്ചോളാം. കല്യാണത്തിന് പോയി ക്ഷീണിച്ചല്ലേ, ഫ്രഷ് ആയിട്ട് വാ. അതുകൊണ്ടല്ല ഞങ്ങൾ അവനെ കഴിപ്പിച്ചോളാന്ന് പറഞ്ഞില്ലേ? ശരി, വേണ്ട, ഊരി വെക്കാന്ന് വിചാരിച്ച അമ്മയ്ക്കത് സങ്കടമാവും. അല്ല, എന്റെ മേളിൽ കൂടി പൂക്കൾ വീഴ്ത്തിയത് അപ്പൊ ആരായിരിക്കും? അമ്മ പറഞ്ഞതുപോലെ ദൈവം ഇത് എനിക്ക് വേണ്ടി തന്നെ അയച്ചതായിരിക്കുമോ? അമ്മേ, ദേ അഭി വന്നു. വാ അഭി. തൊഴുതോളൂ മോനെ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേട്ടാ? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അത് തന്നെ ഞാനും ചെയ്യുന്നത്. നിങ്ങൾ അഭിയേട്ടനെക്കാളും മൂത്തയാളല്ലേ, അപ്പോ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കാലോ. അതിനല്ലേ അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഈ കണക്കല്ലാതെ വേറെ ഒന്നും അറിയില്ലേ? അത് കല്യാണക്കാരിയോടാ, അതിൽ കണക്ക് തെറ്റി ആകെ പണി കിട്ടും. അഭി, എന്താ നിനക്കൊരു വിഷമം പോലെ?
ഒന്നുമില്ല അമ്മേ. എന്താ വിഷമമുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാ അറിയാം. എന്താ നടന്നതെന്ന് ഞാൻ പറയാം മാഡം. ഇന്നലെ പോയ കല്യാണ ഇവന്റിൽ വെച്ച് അഭിസാറിന്റെ മാല കളഞ്ഞുപോയി മാഡം. അന്ന് എനിക്ക് എന്റെ താലിയാ നഷ്ടപ്പെട്ടത്. ഇപ്പോ നിസ്സാരൊരു ചെയിൻ പോയതിനാ ഇത്ര വിഷമം. അതുകൊണ്ടാണല്ലേ അവ ഇത്രയും അപ്സെറ്റ് ആയിരിക്കുന്നത്. ഈ മൂഡിൽ എങ്ങനെ പോയി കല്യാണക്കാര്യം പറയാനാ? ചെയിൻ എങ്ങനെയാ നഷ്ടപ്പെട്ടത് അഭി? ശരിക്കും ചെയിന് കളഞ്ഞതല്ല മാഡം. വധൂവരന്മാരുടെ ദേഹത്ത് പൂ പഴിക്കുന്ന ചടങ്ങില് പൂവിന്റെ കൂട്ടത്തിൽ ചെയിന് വീണ് അത് വേറൊരു പെണ്ണിന്റെ കഴുത്തിലേക്ക് വീണു. അങ്ങനെയാണോ അഭി? അപ്പോ ആ പെണ്ണിനോട് ചോദിച്ച് ചെയിന് തിരിച്ചു വാങ്ങായിരുന്നില്ലേ? എനിക്കത് വാങ്ങാൻ തോന്നിയില്ല. അതവന്റെ ഭാര്യയുടെ ചെയിനല്ലേ, എങ്ങനെയാ അതവൻ വേണ്ടെന്ന് വെച്ചേ? ചേച്ചിയുടെ ചെയിൻ മറ്റൊരാളുടെ കഴുത്തിൽ വീണിട്ട് എടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല ചേട്ടാ? അതായത് ഇന്ന് അമ്മ ചെയ്ത പൂജയുടെ ഫലം ലഭിച്ചെന്നാണോ? അത് തന്നെ കാര്യം. എനിക്ക് തോന്നുന്നു ഏട്ടൻ ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുമെന്ന്. എന്നാ വാടാ, നമുക്ക് ചെന്ന് ഈ കാര്യം ഒന്ന് മൂപ്പിച്ചു വിടാം. അങ്ങനെയോ? നമ്മൾ എന്തിനു കള്ളന്മാരെ പോലെ ഇവിടെ ഒളിച്ചിരിക്കണം? അവിടെ പോയിട്ട് ആ പെണ്ണിനെ പറ്റി ചോദിച്ചാലോ? അത് ശരിയാ. എന്നാ വാ. എടാ അബി, ആരാ പെണ്ണ്? എവിടെയുള്ളവളാ? സുന്ദരിയാണോ ഏട്ടാ? എങ്ങനെയുണ്ട് കാണാൻ? അതാരായാലും എങ്ങനെ ഇരുന്നാലും ആ കാര്യം അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്ക്. ഡൈനിങ് ടേബിളിലേക്ക് എല്ലാരും വരുമെന്നാ വിചാരിച്ചത്. ഇപ്പത്തെ എല്ലാരും കൂടി ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അഭി, അതൊക്കെ അങ്ങ് പോട്ടെ. നീ കൈ കാണിക്ക്, ഞാൻ ചരട് കെട്ടിത്തരാം. കൊടുത്ത ധർമ്മത്തെയും ദൈവികമായി കൈമാറിയ ധനത്തെയും തിരികെ എടുത്തുകൂടാന്ന് മുതിർന്നവർ പറയാറുണ്ട്. ആ പെണ്ണിനോട് ചെയിൻ തിരികെ വാങ്ങാത്തതിൽ ഒരു തെറ്റുമില്ല അബി. ഭവനി, എന്താ ചേച്ചി ഇതൊക്കെ? നിന്റെ വിവാഹം വേഗം നടക്കാൻ വേണ്ടി ഇന്ന് വ്രതം എടുത്ത് വീട്ടിൽ പൂജ നടത്തി. ഈ ഫോട്ടോസ് നോക്കി ആരെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അച്ഛൻ വന്നിട്ട് നമുക്കത് ആലോചിക്കാൻ പറയാം. ഓൾറെഡി ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ടതാടാ. അതിലാരായിരുന്നാലും ഞങ്ങൾക്ക് ഓക്കെ. അതെ ഏട്ടാ, ഇനി ഏട്ടൻ സെലക്ട് ചെയ്താൽ മതി. ആ ബാക്കി അങ്ങനെ തന്നെ അങ്ങിരിക്കട്ടെ. എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇതെന്താ അഭി? കഴിഞ്ഞ മാസം ഞാൻ ചോദിച്ചപ്പോ കല്യാണം കഴിച്ചോളാം എന്നല്ലേ നീ പറഞ്ഞത്? അത് അപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയൊരു കല്യാണം കഴിക്കണം എന്നുള്ള ചിന്ത എനിക്കില്ല. അവളെ ഞാൻ ഇനിയും മറന്നിട്ടില്ലാമേ. ഇനി അങ്ങോട്ട് മറക്കാനും കഴിയില്ല. ഇക്കാര്യം പലതവണ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് പറയുന്നു. എന്നെ മറ്റൊരു കല്യാണം കഴിപ്പിക്കാമെന്ന മോഹം മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കിയേക്ക്. ആവശ്യമില്ല നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട. വിവാഹം കഴിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കായി പോവും. അന്ന് എന്നെ ഒരു കല്യാണം കഴിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തനും എന്റെ വാക്ക് കേട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരുത്തൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടും അവന് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. എല്ലാം എന്റെ തലയിലെടുത്തു. കഴിഞ്ഞു പോയ കാലത്തെ കഥകളെ കുറിച്ചോർത്ത് എത്ര കാലം നീ ഇങ്ങനെ തനിയെ ജീവിക്കും അബി? നിനക്കും തുണയായി ഒരാളൊക്കെ ഇനി വേണ്ടേ? മക്കളുടെ മനസ്സ് അമ്മമാരാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതമ്മേ. അമ്മ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരാ അമ്മ എന്നെ മനസ്സിലാക്കുന്നത്? എന്റെ മനസ്സിൽ അവൾക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല അമ്മേ. ഇനി വിവാഹം വേണ്ടെന്ന് പറയാൻ നിനക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ അബി. പക്ഷേ നിന്നെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് 100 കാരണങ്ങളാണുള്ളത്. ഒരാളോടൊപ്പം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കാരണങ്ങൾ പാടില്ല ചേച്ചി. ആ വ്യക്തി നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും
അവരുടെ ഓർമ്മ ഉണ്ടാവണം. അവൾ എനിക്ക് തന്നിട്ട് പോയത് ഓർമ്മകൾ മാത്രമല്ല, ബന്ധങ്ങളും കൂടെ തന്നിട്ടാ പോയത്. അത് മതി എനിക്ക്. നീ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിന്റെ മനസ്സ് മാറ്റിയിട്ട് നീ കല്യാണം കഴിച്ചേ മതിയാവൂ. പറഞ്ഞേക്കാം. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കണമെന്നോ? അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ വസു. എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ. അതിൽ എനിക്കൊരു മകനും ഉണ്ട്. ആ കാര്യം അമ്മ എന്താ മറന്നുപോയോ? നിനക്കിപ്പോ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഭർത്താവില്ല. അക്കാര്യം നീയും മറക്കണ്ട വസു. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അമ്മേ. ഞങ്ങളിനി എത്ര കാലം നിന്റെ കൂടെ ഉണ്ടാവും? എന്തു പറഞ്ഞാലും ഒരു പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും കുഞ്ഞുങ്ങളും മാത്രം പോരാ, ഭർത്താവിന്റെ കൂട്ട് തന്നെ വേണം. അപ്പൊ അദ്ദേഹം എന്റെ തുണ, അദ്ദേഹം എന്റെ ഭർത്താവ്. അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരും എനിക്ക് വേണ്ട. അവന് കുടുംബമേ വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ, ഇനി തിരികെ വരാനും പോകുന്നില്ല. വന്നാലും ഇല്ലെങ്കിലും എനിക്കിനി ഒരു തുണയുടെ ആവശ്യമില്ല. നിനക്ക് എന്താ ആവശ്യം, എന്താ ആവശ്യമില്ലാത്തെന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ലെന്നാ വിചാരം? എന്നെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാ കല്യാണം കഴിക്കണമെന്ന് പറയുന്നേ. നിനക്ക് പുതിയൊരു ജീവിതം കൂടിയേ തീരൂ വസു. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണെങ്കിൽ പറഞ്ഞോ അമ്മേ. എന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം.